ഈ കഥ തുടങ്ങുന്നത് 20 വർഷങ്ങൾക്ക് മുൻപാണ്. മദനും പൂനവും ദരിദ്രരായ കർഷകരാണ്. അവർ റാഗിയാണ് കൃഷി ചെയ്തിരുന്നത്. അവർ തങ്ങളുടെ കൃഷിയിടത്തിൽ കഠിനമായി അധ്വാനിച്ചു. പക്ഷേ റാഗിയുടെ വിളവെടുക്കുന്ന സമയത്ത് അവർക്ക് വളരെ കുറച്ചു പണമേ കിട്ടിയിരുന്നുള്ളൂ. നമ്മൾ മറ്റുള്ള കർഷകരെ പോലെ തന്നെ അരിയും ഗോതമ്പും കൃഷി ചെയ്യണം. മറ്റുള്ളവരെ പോലെ നമ്മളും അരിയും ഗോതമ്പും കൃഷി ചെയ്താ പിന്നെ റാഗി കൃഷി ചെയ്യാൻ ആരുണ്ടാകും? എന്റെ ഭാര്യയെ, എന്റെ അപ്പൂപ്പന്മാര് മുതൽ തുടങ്ങിയതാ ഈ റാഗി കൃഷി. ഞാനും ഈ കൃഷി തന്നെ തുടരുകയുള്ളൂ. ആ ചെയ്തോ. ഗ്രാമത്തിലെ മറ്റുള്ളവരെല്ലാം അരിയും ഗോതമ്പും കൃഷി ചെയ്ത് ധനികരായി. നിങ്ങൾ ഇവിടെ പാരമ്പര്യവും പറഞ്ഞ് റാഗിയും കൃഷി ചെയ്ത് ദരിദ്രനായിട്ടിരുന്നോ? ഞാൻ എന്തൊക്കെ പറഞ്ഞാലും നിങ്ങളുടെ ഈ മത്തങ്ങ തലയിൽ ഒന്നും കേറില്ലല്ലോ. പൂനം എപ്പോഴും മദനുമായി വഴക്കിടാറുണ്ടായിരുന്നു. എന്നാൽ മദൻ അതൊന്നും ശ്രദ്ധിക്കില്ല. ഇക്കാരണം കൊണ്ട് തന്നെ ഗ്രാമവാസികൾ മദനെയും പൂനത്തിനെയും കളിയാക്കാറുണ്ടായിരുന്നു. മദൻ, നീ ഇടയ്ക്ക് കുറച്ച് അരിയൊക്കെ കൃഷി ചെയ്യ്. ഓ, വർഷങ്ങളായിട്ട് അരിയൊന്നും കഴിച്ചിട്ടുണ്ടാവില്ല അല്ലേ? അത് നീ പറഞ്ഞത് സത്യം തന്നെയാ. ചോറൊക്കെ വാങ്ങി കഴിക്കാനായിട്ട് ഇവന്റെ കയ്യിൽ എവിടെന്നാ പൈസ? ഗ്രാമവാസികൾ മനഃപൂർവ്വം മദന്റെയും പൂനത്തിന്റെയും ദാരിദ്ര്യത്തെ പരിഹസിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ 20 വർഷങ്ങൾക്ക് ശേഷം ജനാർദ്ദനനും രഘുവും വയസ്സായി കഴിഞ്ഞു. ഗ്രാമത്തിൽ ഒരു സർക്കാർ ഹെൽത്ത് ക്യാമ്പ് നടക്കുകയായിരുന്നു. അമ്മാവാ, നിങ്ങളുടെ ബ്ലഡ് ഷുഗർ വളരെ കൂടുതലാണല്ലോ. ഓ, അതിനിപ്പോ ഞാൻ എന്ത് ചെയ്യാനാ? എത്ര നാളുകളായി ഷുഗറിന് മരുന്ന് കഴിക്കാൻ തുടങ്ങിയിട്ട്. ഇനി ഈ ഷുഗർ എപ്പോ മാറാനാ? മരുന്ന് കഴിച്ച് തന്നെ ഇപ്പൊ ആകെ ബുദ്ധിമുട്ടില്ല. ആ എടോ, എനിക്കാണെങ്കിൽ ഷുഗറിന്റെ കൂടെ ബിപിയുടെയും കൂടി കുഴപ്പമുണ്ട്. എന്റെ ഭാര്യക്കാണെങ്കിൽ ഇത് രണ്ടും ഉണ്ട്. എനിക്ക് തോന്നുന്നു ജീവിതകാലം മുഴുവൻ നമ്മൾ ഇങ്ങനെ മരുന്ന് കഴിച്ചു തന്നെ കഴിച്ചു കൂടണമെന്ന്. ഇനി എന്ത് ചെയ്യാനാ അമ്മാവാ? നിങ്ങളുടെ ഭക്ഷണ രീതിയാ ഇതിനൊക്കെ കാരണം. അപ്പോൾ മദൻ അവർക്ക് മുന്നിലൂടെ കടന്നുപോയി. രണ്ടുപേരും അയാളെ കളിയാക്കാനായി തങ്ങളുടെ അടുത്തേക്ക് വിളിച്ചു. മദൻ, ഒന്നിങ്ങോട്ട് വന്നേ. ഡോക്ടർ ഇവിടെ സൗജന്യ ചികിത്സ കൊടുത്തുകൊണ്ടിരിക്കുക. നീയും ഒന്ന് നോക്കിക്കോ. അയ്യോ കൂട്ടുകാരാ, എനിക്ക് വേറെ കുഴപ്പമൊന്നുമില്ല. പിന്നെ ഞാൻ എന്തിനാ ഡോക്ടറെ കാണുന്നത്? അതെങ്ങനെ ശരിയാകും? നിനക്ക് ഞങ്ങളെക്കാൾ പ്രായമുള്ളതല്ലേ. ഞങ്ങൾക്ക് രണ്ടുപേരും അതേപോലെ ഇതേ പ്രായത്തിലുള്ള മറ്റുള്ളവരും രോഗം കൊണ്ട് ബുദ്ധിമുട്ടുമ്പോ നീ മാത്രം എങ്ങനെയായി സ്വസ്ഥനായിരിക്കുന്നത്? കാരണം ഞാൻ എന്റെ ജീവിതത്തിലാകെ റാഗി റോട്ടിയും റാഗി ദോശയും മാത്രമേ കഴിച്ചിട്ടുള്ളൂ. റാഗി ഒന്നിന്റെ ഗുണം കൊണ്ട് മാത്രമാ ഇപ്പോഴും ഈ രോഗമൊന്നുമില്ലാതെ ഇങ്ങനെ നടക്കുന്നത്. നീ തള്ളി മറിക്കുകയാണല്ലോ മദൻ. താങ്കൾ ഇപ്പോ പറഞ്ഞത് വളരെ ശരിയാണ്. റാഗി നല്ല ഗുണമുള്ളൊരു ധാന്യാണ്. അമ്മാവാ, നിങ്ങളുടെ വയസ്സ് എത്രയാ? 60 വയസ്സ്. ആണോ? പക്ഷെ അമ്മാവനെ കണ്ട ഒരു 50 വയസ്സിന് മുകളിൽ പറയില്ല. നരച്ചിട്ടുമില്ല, നല്ല ആരോഗ്യമുള്ള ശരീരവും ഉണ്ട്. ഇത് റാഗിയുടെ മായാജാലം തന്നെ. അപ്പോ ശരിക്കും റാഗിക്ക് ഇത്രയും ഗുണങ്ങൾ ഉണ്ടല്ലേ ഡോക്ടർ? അതെ അമ്മാവാ. ഞാൻ പറഞ്ഞിരുന്നില്ലേ, എന്റെ അച്ഛനും മുത്തച്ഛനും ഒക്കെ റാഗി കഴിച്ചിട്ട് തന്നെയാ 100ഓളം വർഷം ജീവിച്ചത്. ഞാനും അവരെ പോലെ തന്നെ ജീവിക്കും, തികച്ചും ആരോഗ്യവാനായി. മദൻ ചിരിച്ചുകൊണ്ട് അവിടെ നിന്ന് പോയി. നിങ്ങളും റാഗി തിന്നാൻ തുടങ്ങിക്കോളൂ അമ്മാവന്മാരെ. അങ്ങനെയാണേൽ നിങ്ങളുടെ അസുഖം എല്ലാം പമ്പ കടന്നോളൂ. ജനാർദ്ദനും രഘുവും ഇത് കേട്ട് ചിന്തയിലാണ്ടുപോയി. ഈ റാഗിയുടെ ദോശയും റൊട്ടിയൊക്കെ ഉണ്ടാക്കാൻ വലിയ ബുദ്ധിമുട്ടാണല്ലേ. എന്റെ ഭാര്യയും മരുമോളൊന്നും ഉണ്ടാക്കാനേ പോകുന്നില്ല. എന്റെയും കാര്യം അങ്ങനെ തന്നെയാ. നമുക്കൊരു കാര്യം ചെയ്താലോ? മദന്റെ ഭാര്യയുടെ കയ്യിന്ന് ദോശ കാശ് കൊടുത്ത് വാങ്ങിയാലോ? പറഞ്ഞ കാര്യം നല്ലത് തന്നെയാ. ആരോഗ്യം രക്ഷപ്പെടുമെങ്കിൽ അങ്ങനെ തന്നെ ചെയ്യാന്നേ. ഈ ഗുളിക കഴിക്കുന്നതിനേക്കാൾ നല്ലതല്ലേ റാഗിയുടെ ദോശ കഴിക്കുന്നത്? അങ്ങനെ ജനാർദ്ദനും രഘുവും മദന്റെ വീട്ടിലേക്കെത്തി പൂനത്തിനെ കണ്ടു. അതെ പെങ്ങളെ, ഞങ്ങൾക്കൊരു ഉപകാരം ചെയ്യാമോ? പെങ്ങള് റാഗിയുടെ ദോശ ഉണ്ടാക്കുന്നില്ലേ? അത് കുറച്ച് ഞങ്ങൾക്കും കൂടി ഉണ്ടാക്കി തരുമോ? ഞങ്ങളോട് ഡോക്ടർ പറഞ്ഞിരിക്കുന്നത് റാഗിയുടെ ദോശ കഴിക്കാനാ. ഞങ്ങളുടെ ഭാര്യയും മരുമക്കളൊന്നും ഇതൊന്നും ഉണ്ടാക്കി തരില്ലെന്നേ. ഞങ്ങളുടെ രണ്ടാളുടെയും തലവര ഇങ്ങനെയാ. ഞങ്ങളുടെ കൃഷിയിടത്തില് റാഗി മാത്രമേ വിളയൂ.
അത് മാത്രമാണ് കഴിക്കുന്നതും. പക്ഷെ ഓർമ്മയുണ്ടോ ചേട്ടാ, ഒരിക്കൽ അമ്പലത്തിൽ വെച്ച് നിങ്ങൾ ഞങ്ങളെ വല്ലാണ്ട് കളിയാക്കിയത്? എല്ലാം ഓർമ്മയുണ്ട് പെങ്ങളെ. ഞങ്ങൾ അന്ന് ചെയ്ത തെറ്റിന് ഞങ്ങളോട് ക്ഷമിച്ചാലും അന്ന് ഞങ്ങൾ നിങ്ങളുടെ ദാരിദ്ര്യത്തെ നന്നായി പരിഹസിച്ചു. പക്ഷെ ഇന്ന് ഞങ്ങൾക്ക് മനസ്സിലായി, ദരിദ്രരായിരുന്നിട്ട് കൂടി നിങ്ങളാണ് നല്ല ഭക്ഷണം കഴിച്ചിരുന്നതെന്ന്. ഞങ്ങളോട് ക്ഷമിച്ചാലും അതേപോലെ ഞങ്ങളെ ഒന്ന് സഹായിക്കുകയും ചെയ്യണം. ശരി, തീർച്ചയായും നാളെ മുതൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി റാഗി ദോശ ഉണ്ടാക്കാം. പക്ഷെ നിങ്ങൾ പണം തരണം. അതെ, തീർച്ചയായും. നിങ്ങൾക്ക് വളരെ വളരെ നന്ദിയുണ്ട്. രഘുവും ജനാർദ്ദനും അവിടെ നിന്നും സന്തോഷത്തോടെ മടങ്ങി. അടുത്ത ദിവസം പൂനം വീട്ടിൽ എല്ലാവർക്കും വേണ്ടി റാഗി ദോശ ഉണ്ടാക്കിയപ്പോ കുറച്ച് ദോശ കൂടുതൽ ഉണ്ടാക്കി. കുറച്ചു കഴിഞ്ഞ് ജനാർദ്ദനും രഘുവും അവിടേക്ക് വന്നു. അവർ പണം നൽകി ദോശ വാങ്ങി തിന്നാൻ തുടങ്ങി. അങ്ങനെ ദിവസവും അവർ രണ്ടുപേരും അവിടെ വന്ന് ദോശ കഴിക്കാൻ ആരംഭിച്ചു. കുറച്ചു മാസങ്ങൾക്കുള്ളിൽ തന്നെ അവരുടെ ആരോഗ്യം മെച്ചപ്പെട്ടു. അതുപോലെ ജനാർദ്ദനന്റെ ഷുഗറും കുറഞ്ഞു. ആ പെങ്ങളെ, നിങ്ങൾ കാരണം ഞങ്ങളുടെ ഷുഗർ നന്നായി കുറഞ്ഞിട്ടുണ്ട്. വളരെ നന്ദി. ഇവര് രണ്ടാളെയും കണ്ട് നാട്ടിലെ വൃദ്ധരും യുവാക്കളും എല്ലാവരും തന്നെ റാഗി ദോശ കഴിക്കാനായി എത്തിത്തുടങ്ങി. പൂനം എല്ലാവരിൽ നിന്നും പണം വാങ്ങിയിട്ട് റാഗി ദോശ ഉണ്ടാക്കി കൊടുത്തു. പൂനത്തിന്റെ വീടിന് മുന്നിൽ വലിയ ക്യൂ കാണാൻ തുടങ്ങി. കുട്ടികൾ മുതൽ വൃദ്ധർ വരെ എല്ലാവരും സ്വാദിഷ്ടവും ആരോഗ്യകരവുമായ റാഗി ദോശ കഴിക്കാനായി വന്നു. ഏറ്റവും ആദ്യം എനിക്ക് തരണം. അല്ല, ഞാൻ ആദ്യം എനിക്കാ തരേണ്ടത്. എല്ലാവർക്കും തരാം, വഴക്കിടാതിരിക്കൂ. ഒരൽപ്പം കാത്തിരിക്കെ. റാഗി ദോശ ഉണ്ടാക്കി വിൽക്കുന്നത് പൂനം ഒരു കച്ചവടമായി എടുത്തു. ആ കച്ചവടത്തിലൂടെ അവരുടെ കുടുംബത്തിന്റെ വരുമാനം പല മടങ്ങ് വർദ്ധിച്ചു. ഇപ്പൊ അവര് പഴയ പോലെ ദരിദ്രരല്ല. ദിനം തോറും അവരുടെ കച്ചവടം മെച്ചപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഇപ്പോഴവർ ധനികരായി മാറിയിരുന്നു. അവർ തങ്ങളുടെ കൃഷിയിടത്തിൽ കൃഷി ചെയ്തിരുന്ന റാഗി മുഴുവനും ദോശയുണ്ടാക്കി ഗ്രാമത്തിൽ വിറ്റുകൊണ്ടേയിരുന്നു. ഇപ്പോ റാഗി ധാന്യമായി വിൽക്കുന്നില്ല. വെറും 1 വർഷം കൊണ്ട് തന്നെ മദനും പൂനവും ഗ്രാമത്തിൽ പുതിയൊരു കൃഷിഭൂമി കൂടി വാങ്ങിച്ചു, പുതിയൊരു വീടും. ഞാൻ പറഞ്ഞിരുന്നതല്ലേ, എന്റെ പൂർവികരായിട്ട് തുടങ്ങിയതാ ഈ റാഗിയുടെ കൃഷിയെന്ന്. പിന്നെ ഞാനും അത് തന്നെയാ കൃഷി ചെയ്യുകയുള്ളൂന്ന്. നിങ്ങൾ പറഞ്ഞത് ശരിയായിരുന്നു. അവരുടെ ഈ വിജയത്തിന് കാരണം റാഗി കൃഷിയും റാഗി ദോശയുമായിരുന്നു.